Hey everyone, welcome back to Clay and Glimmer Studio. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു പ്ലേ സ്കൂളിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഡിസ്പ്ലേ ബോർഡാണ്. നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതൊരു ഡിസ്പ്ലേ ബോർഡ് ആയതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ സെൻറ്റർ പോർഷൻ എം ടി ആയിട്ടും വെക്കണമായിരുന്നു. ആൻഡ് അതിൻ്റെ ബോർഡേഴ്സ് ഞാൻ ഇതുപോലെ എയർഡ്രൈ ക്ലേ യൂസ് ചെയ്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 80x65 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റുള്ള MDF ബോർഡാണ്. ആദ്യം തന്നെ അതിൽ ഒരു തിക്ക് ലെയർ ഓഫ് ജെസ്സോ അപ്ലൈ ചെയ്ത് ഡ്രൈ ആയ ശേഷം ഇതുപോലെ ബോർഡേഴ്സ് ഡ്രോ ചെയ്ത് ഫെവിക്രിലിൻ്റെ മോൾഡഡ് ക്ലേ യൂസ് ചെയ്താണ് ഞാൻ അതിൻ്റെ ബോർഡേഴ്സ് സെറ്റ് ചെയ്തത്. ഇതിലെ എല്ലാ ക്ലേ വർക്കും ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ സർഫസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫെവിക്കോളാണ്. മോൾഡഡ് ക്ലേ വളരെ ക്വിക്ക് ഡ്രൈയിങ്, ഈസി ടു മോൾഡ് ആൻഡ് നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഒരു ക്ലേ ആണ്. ബട്ട് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ക്ലേ ആയതുകൊണ്ട് ഞാനിത് ബോർഡേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലെ ഫ്ലവേഴ്സിനും വൈൻസിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഇന്നർ ബോർഡേഴ്സും ഔട്ടർ ബോർഡേഴ്സും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്ലേ ടൂൾ കൊണ്ട് അതിനെ ഒരു റോപ്പ് ഫിനിഷാണ് കൊടുക്കുന്നത്. നമ്മുടെ ബോർഡേഴ്സൊക്കെ നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രെയിമിനെ നമ്മുടെ വർക്കിംഗ് ടേബിളിലേക്ക് മാറ്റാം. ഇതിലെ ബാക്കി വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഡസൺ ബ്രാൻഡിൻ്റെ എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലേ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ ഞാൻ കുറച്ച് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇതുപോലെ ചെറിയ ബാച്ചസിൽ മാത്രം ക്ലേ എടുത്ത് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, പിന്നെ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ ഒത്തിരി ഡിഫിക്കൽട്ടാവും. ഈ ക്ലേയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ആവുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനും ഈസിയാണ്. ഈ ഫ്രെയിം കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഏകദേശം 1.5 മന്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഫ്ലവേഴ്സിൻ്റെയും വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലേ വർക്ക് എല്ലാം കംപ്ലീറ്റായി അത് നന്നായി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ബേസായിട്ട് ഒരു ഐവറി കളറാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ ഒരു ഐവറി കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്കൂളിന് വേണ്ടിയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ അത് നല്ല വൈബ്രൻ്റ് ആയിരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് കളേഴ്സും കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഞാനിതിൽ കളറിങ് ചെയ്തിരിക്കുന്നത്. ആ ഫ്രെയിമിനൊരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ റോപ്പ് ഡിസൈനിൽ ആദ്യം ഒരു ബ്രൗൺ ഷെയ്ഡും കൊടുത്തു. അതിൻ്റെ മീതെ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇതുപോലെ 2-3 ക്ലേ ബട്ടർഫ്ലൈയും ആഡ് ചെയ്ത് വാർണിഷിൻ്റെ 2 തിക്ക് കോട്ടിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ആൻഡ് നിങ്ങളുടെ സജഷൻസൊക്കെ എൻ്റെ കോമെൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.